നമുക്ക് ഇന്ന് തെർമൽ അനാലിസിസ് എന്ന് പറയുന്നൊരു ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. കാരണം ഫേസ് ഇക്വിലിബ്രിയയിൽ വരുന്ന 2 കമ്പോണൻറ്റ് സിസ്റ്റംസ് പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫേസ് ഡയഗ്രാംസ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് കൂളിംഗ് കർവ്സ്. അപ്പോൾ അതിനെ നമ്മൾ അല്ലെങ്കിൽ തെർമൽ അനാലിസിസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. തെർമൽ അനാലിസിസ് എന്താണ്? തെർമൽ അനാലിസിസ് ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തിനെ അനാലിസിസ് നടത്തുന്നതിനെയാണ് നമ്മൾ തെർമൽ അനാലിസിസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കൂളിംഗ് കർവ് മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നമ്മളൊരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. ആ ഗ്രാഫിനകത്ത് y ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുന്നു, x ആക്സിസിൽ നമ്മൾ ടൈം പ്ലോട്ട് ചെയ്യുന്നു. നമ്മുടെ ഉദ്ദേശം ഇതാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തു, ബൈഫിനൈൽ, ഫോർ എക്സാമ്പിൾ ബൈഫിനൈൽ എടുത്തു. നമ്മൾ അതിനകത്തേക്ക് ഒരു തെർമോമീറ്റർ നമ്മൾ വയ്ക്കുന്നു. ഇനി ഈ തെർമോമീറ്റർ വെച്ച് നമ്മൾ ഇതിനെ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് ഇതിനെ മെൽറ്റ് ചെയ്യിക്കുകയാണ്. സപ്പോസ് ഇഫ് ഐ ടേക്ക് നാഫ്തലീൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അപ്രോക്സിമേറ്റ്ലി 80 ഡിഗ്രിയാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 80 ഡിഗ്രി ഉള്ള നാഫ്തലിൻ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 80 ഡിഗ്രി ആകുമ്പോൾ ഇതിനകത്തുള്ള സോളിഡ് മുഴുവൻ ഉരുക്കി അത് എന്തായിട്ട് മാറുന്നു? ലിക്വിഡായിട്ട് മാറുന്നു. നൗ ഐ ആം ഗോയിങ് ടു കൂൾ ഇറ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൂളിംഗ് കർവ് മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ കൂളിംഗ് കർവ്, അപ്പോൾ ഒരു കൂളിംഗ് കർവാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 80 ഡിഗ്രിയിൽ ഇത് മെൽറ്റ് ആവുന്നു. ഐ ആം ഗോയിങ് ടു റേസ് ദ ടെമ്പറേച്ചർ ലിറ്റിൽ ബിറ്റ് മോർ ടു 90 ഡിഗ്രി. അപ്പോൾ എനിക്ക് തെർമോമീറ്ററിൽ കറക്റ്റായിട്ട് കാണാം 80 ഡിഗ്രി ആയപ്പോൾ സോളിഡ് മുഴുവൻ ലിക്വിഡായിട്ട് മാറി. ദെൻ അഗെയിൻ ഐ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ടു 90 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്ലോലി ഞാനത് കൂൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളുടെ BSc പ്രാക്ടിക്കലിന്, ഫിസിക്കൽ കെമിസ്ട്രി പ്രാക്ടിക്കലിന് ചെയ്യാൻ പോകുന്നൊരു എക്സ്പെരിമെൻറ്റും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇനി കൂൾ ചെയ്യണം. അപ്പോൾ കൂൾ ചെയ്യുമ്പോൾ ഓരോ 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സിംഗിൾ മെറ്റീരിയൽ, ലെറ്റ് us say it is as A എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ കൂളിംഗ് കർവ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പോയിൻ്റ് ഇവിടെയാണ്. ദിസ് ഈസ് 90. ഓരോ 30 സെക്കൻഡ്സിൽ ഞാൻ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാമെന്ന് തീരുമാനിക്കുന്നു. 30 അല്ലെങ്കിൽ 1 മിനിറ്റിൽ നമ്മൾ വരയ്ക്കുന്നു. ദെൻ ഇറ്റ് കെയിം നെക്സ്റ്റ് പോയിന്റിൽ ഇവിടെ എത്തി. പിന്നത്തെ പോയിന്റിൽ ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് എത്തി. അപ്പോൾ ഈ വരുന്ന ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദ ലിക്വിഡ് ഈസ് ഗെറ്റിംഗ് സ്ലോലി കൂൾഡ്. ലിക്വിഡ് കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലിക്വിഡ് കൂൾ ചെയ്യാന്ന് വെച്ചാൽ സറൗണ്ടിങ്സിലേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ എടുത്ത് കൂൾ ചെയ്യുന്നു. ഒരു കൂളിംഗ് കർവ് നമ്മൾ നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നു. എന്തായിരിക്കും ആ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചർ? ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ദാറ്റ് മെൽറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ ഇതിലുള്ള ലിക്വിഡ് നാഫ്തലീനാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്ന ക്രിസ്റ്റൽ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ബ്രേക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നീടും ഫർദറായിട്ട് സോളിഡ് നാഫ്തലീൻ അതിൽ നിന്നും ക്രിസ്റ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്തായിട്ട് മാറും? ഈ ലൈൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് എഗെയിൻ ഗെറ്റ്സ് കൂൾഡ്. ഇനി ഞാൻ ഇതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് ആസ് എ കൂളിംഗ് കർവ് ഫോർ പ്യുവർ കോമ്പൗണ്ട്. അപ്പോൾ പ്യുവർ കോമ്പൗണ്ട് ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ നമ്മൾ A ആണെങ്കിൽ A ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സി as the time goes on, the temperature decreases, and once a element or a very small molecule of the A starts crystallizing out as solid, whenever there is a phase change, a liquid to phase change, some heat energy will be liberated. ആ പുറത്തേക്ക് വരുന്ന ഹീറ്റ് എനർജി കൊണ്ട് ഇതിൻ്റെ റേറ്റ് ഓഫ് കൂളിങ്ങിനെ അത് പിടിച്ചു നിർത്തുന്നു. അത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് പോകുന്നു. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് ആകെ സോളിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സോളിഡിനെ നമ്മൾ ചൂടാക്കി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പതുക്കെ കൂൾ ചെയ്തുകൊണ്ടിരിക്കും. ആ കൂളിംഗ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിതിനൊന്ന് അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇത്രയും പോർഷനിൽ ദർ ഈസ് ഓൺലി ലിക്വിഡ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പൊസിഷനിൽ എന്തൊക്കെയുണ്ട്? ദർ ഈസ് ലിക്വിഡ് ആൻഡ് ഓൾസോ ദർ ഈസ് സോളിഡ്. ഈ പൊസിഷനിൽ എന്ത് മാത്രമേ ഉള്ളൂ? സോളിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കൂളിംഗ് കർവ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇനി
നമ്മൾ 2 കമ്പോണൻറ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്? അപ്പോൾ ഈ ഇത് പ്യുവർ കോമ്പൗണ്ടിൻ്റെ ആണെന്ന് പറഞ്ഞു. സപ്പോസ് ഇഫ് ഐ ആഡ് എയുടെ കൂടെ ഞാൻ ബിനെയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എ 90 ആൻഡ് 10B പെർസെൻറ്റേജിലാണ് നമ്മൾ പറയുന്നത്. 90% എയും 10% ബിയും. എയിലേക്ക് കുറച്ചും കൂടെ ബി ആഡ് ചെയ്യും. എയിലേക്ക് കുറച്ചും കൂടെ ബി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കൂളിംഗ് കർവ് വീണ്ടും ചെയ്യാണ്. അപ്പോൾ 90 ഡിഗ്രിക്ക് പകരം ഞാൻ കുറച്ചും കൂടെ ഹയർ ടെമ്പറേച്ചറിലേക്ക് ചിലപ്പോൾ പോയിരുന്നിരിക്കും. 100 എത്രയും നമ്മൾ പോയി. ഇനി അതിന് ശേഷം നമ്മൾ ഈ കൂളിംഗ് വീണ്ടും നമ്മൾ ചെയ്യാണ്. എന്ത് വ്യത്യാസമാണ് ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ടൈം പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റത്തെ സപ്പോസ് ഐ സ്റ്റാർട്ടഡ് ഫ്രം 90 തന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെ 90 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുന്നു. ലിക്വിഡാണ് കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ലിക്വിഡ് തന്നെ കൂൾ ചെയ്യുന്നു. അതിൽ നിന്നും ആദ്യത്തെ സ്പെക്ക് ഓഫ് സപ്പോസ് ബി ഈസ് കമ്മിങ് ഔട്ട്. ബി വരാം, അല്ലെങ്കിൽ എ വരാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെമ്പറേച്ചർ. കോമ്പോസിഷൻ അനുസരിച്ച് വരും. അല്ലെങ്കിൽ എ ആണ് ഏറ്റവും ആദ്യം വരുന്നതെന്ന് വിചാരിക്കും. സോ എ ഈ സ്റ്റാർട്ടിങ് ക്രിസ്റ്റലൈസിങ് ഔട്ട്. എ പുറത്തേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നേരത്തെ എ പുറത്തേക്ക് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ടെമ്പറേച്ചർ എന്തായി? കോൺസ്റ്റൻ്റ് ആയി. ഇവിടെ എ പുറത്തേക്ക് വരുമ്പോൾ എ വരുന്നത് വളരെ കുറച്ചായിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാവുക. അപ്പോഴും ബിയുടെ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് കൂളിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈനാണ്, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു സ്ലോപ്പുള്ള ലൈനാണ്. ദിസ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇവിടുന്ന് വന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ബി ഓൾസോ സ്റ്റാർട്ട് സെപ്പറേറ്റിംഗ് ഔട്ട്. ദെൻ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്തുകൊണ്ടാണ്? നേരത്തെ വന്നത് മുഴുവൻ എന്തായിരുന്നു? എ മാത്രമേ വന്നിരുന്നുള്ളൂ. ഇനി എയുടെ കൂടെ എന്തും കൂടെ വരുന്നു? ബിയും കൂടെ വരുന്നു. ബിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഓൾമോസ്റ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. And again, once all the A and B liquid A and B has been transformed into solid A and B, and then only there is solid, and then you will get another curve like this. അപ്പോൾ ഈ കർവിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആണ് നമുക്കൊന്ന് നോട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒന്ന് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഹിയർ ദിസ് ഈസ് ലിക്വിഡ് A പ്ലസ് B. ഇവിടെ ഫസ്റ്റ് വരുന്നത് ബി ആണെങ്കിൽ ദർ വിൽ ബി സോളിഡ് എ പ്ലസ് ലിക്വിഡ് ബി. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് എ പ്ലസ് ബി. എ സോളിഡ് ബി സോളിഡ് രണ്ടും പുറത്തേക്ക് വരുന്നു. ഇവിടെ വരുമ്പോൾ ദർ ഈസ് ഓൺലി എ പ്ലസ് ബി, ബോത്ത് ആർ സോളിഡ്. ഇവിടെ എ സോളിഡ് ബി സോളിഡ് പ്ലസ് ലിക്വിഡും കൂടി ഉണ്ടാവും. ദാറ്റ് ഈസ് ലിക്വിഡ് എ പ്ലസ് ബി. അപ്പോൾ ഒന്ന് നോക്കിയാൽ കൂളിംഗ് കർവ് ഒന്നും കൂടെ പറയാണ്. ദിസ് ഈസ് എ പർട്ടിക്കുലർ കൂളിംഗ് കർവ് ഓഫ് എ പ്ലസ് ബി. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ഇറ്റ് വാസ് ഓൺലി ഓഫ് എ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, രണ്ടും ഇൻക്രീസ് ചെയ്ത് എന്താത്തി? ലിക്വിഡ് എ ബി മാത്രമേ അതിനകത്തുള്ളൂ. കൂൾ ചെയ്യുന്നു. ലിക്വിഡിൻ്റെ കൂളിംഗ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തത്. ദിസ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്നും സോളിഡ് എ പുറത്തേക്ക് വരുന്നു. ശ്രദ്ധിക്കുക, സോളിഡ് എ പുറത്തേക്ക് വരുന്നത് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചറിന് എന്തിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല? സ്ട്രെയിറ്റ് ലൈൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു കർവോട് കൂടി ഈ ലൈനിലേക്ക് വരുന്നു. നൗ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദർ ഈസ് എ അനദർ മെറ്റീരിയൽ. യു ക്യാൻ സി എയും ബിയും പുറത്തേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, രണ്ടും ഒരുമിച്ച് പുറത്തേക്ക് വരുന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് ആസ് ദ യൂടെക്റ്റിക് കോമ്പോസിഷൻ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. സോ ബോത്ത് എ ആൻഡ് ബി ആർ കമ്മിങ് ഔട്ട് ആൻഡ് ദർ ഈസ് ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് എ ബി ഓൾസോ. ആൻഡ് നൗ all the crystallization is complete. That means all the liquid has been converted into solid A and solid B. Here there will be the cooling of solid A and also solid B. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാലാണ് നമുക്ക് എന്തിനകത്തേക്ക് പോകാൻ പറ്റുക? നമ്മുടെ 2 കമ്പോണൻറ്റ് സിസ്റ്റംസ് കണ്ടൻസ്ഡ് ഫേസ് എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ കൂളിംഗ് കർവ് മെത്തേഡ് എന്നാണ് നമ്മൾ ഈ മെത്തേഡിനെ നമ്മൾ പറയുന്നത്. തെർമൽ അനാലിസിസിൽ വരുന്നതാണ് കൂളിംഗ് കർവ്. ദിസ് ഈസ് ഓഫ് എ പ്യുവർ കോമ്പൗണ്ട്, ദിസ് ഈസ് ദാറ്റ് ഓഫ് എ കോമ്പൗണ്ട് എ ആൻഡ് ബി. ഈ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇവിടെ നിന്നും വരുന്നത് ലിക്വിഡാണ്. ഇവിടെ ഫസ്റ്റ് ഇൻഫ്ലക്ഷനിൽ one solid comes out, only one solid comes out,
and there will be in that liquid, actually I have to specify it as B plus A. രണ്ടും ഉണ്ടാവും, എല്ലാം ഒരുമിച്ചങ്ങ് പുറത്തേക്ക് വരില്ല, സോളിഡ് A മാത്രം വരുന്നു, അതിൻ്റെ കൂടെ ലിക്വിഡ് ബിയും എയും ഉണ്ടാവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും, ലിക്വിഡ് എ ബി ഉണ്ട്, അതിൻ്റെ കൂടെ എയും ബിയും സോളിഡായിട്ട് പുറത്തേക്ക് വരുന്നു. ഇത് ഇവിടെ എത്തുമ്പോൾ എല്ലാ ക്രിസ്റ്റലൈസേഷനും കംപ്ലീറ്റ് ആയി, റിമൈനിങ് വിൽ ബി എ പ്ലസ് ബി. അപ്പോൾ ഈ കാര്യം ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. നമുക്ക് 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിലേക്ക് കടക്കാം. അപ്പോൾ 2 കമ്പോണൻറ്റ് സിസ്റ്റംസിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് സിമ്പിൾ യൂടെക്റ്റിക് സിസ്റ്റമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനൊരു സിമ്പിൾ യൂടെക്റ്റിക് എന്നുള്ള പേര് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. വി ആർ ഗോയിങ് ടു സ്റ്റഡി 2 കമ്പോണൻറ്റ് സിസ്റ്റംസ്. അപ്പോൾ 2 കമ്പോണൻറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്തിലേക്ക് പോകണം, നമ്മുടെ ഫേസ് റൂൾ ഇക്വേഷനിലേക്ക് പോകണം. F = C minus P plus 2. Now our number of components C is equal to 2. അപ്പോൾ C equal to 2 ആണ്. P എന്ന് പറയുന്ന ഫേസസ് ഏറ്റവും മിനിമം വരാവുന്ന നമ്പർ ഓഫ് ഫേസസ് എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ദിസ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഫേസസ്, P equals 1. So that is F equals C is 2 minus 1 plus 2 which will be equal to 3. അപ്പോൾ എന്താ അർത്ഥം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 എന്ന് പറയുന്നത് ദിസ് ഈസ് ദ മാക്സിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മൾ എന്തൊക്കെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നമുക്കറിയാം എന്തായാലും ടെമ്പറേച്ചറും പ്രഷറും എന്തായാലും നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടി വരും, ബിക്കോസ് ദാറ്റ് കംസ് ഫ്രം ഹിയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഇൻ 2 കമ്പോണൻറ്റ് സിസ്റ്റംസ് വി ക്യാൻ സ്പെസിഫൈ ടെമ്പറേച്ചർ. The variables are temperature, pressure and also composition. അപ്പോൾ നമുക്കൊരു സംശയമാണ്, എത്ര കോമ്പോസിഷൻ വേണ്ടി വരും? ഫേസ് റൂൾ പറയുന്നത് പോലെ നമ്മുടെ കോമ്പോസിഷൻ ഇതിനകത്ത് 2 കോമ്പോസിഷൻ ഉണ്ടെങ്കിലും നമുക്ക് എത്ര എണ്ണം മതി? ഒരെണ്ണം മതി. കാരണം 2 എണ്ണമേ ഉള്ളൂ. ഒരെണ്ണം ടോട്ടൽ നിങ്ങൾക്കറിയാം, ഒരെണ്ണത്തിൻ്റെ കോമ്പോസിഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഈസിലി രണ്ടാമത്തത് കാണാൻ പറ്റും. സോ വി നീഡ് ദ മിനിമം നമ്പർ ഓഫ് കെമിക്കലി ഡിസ്റ്റിങ്ക്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഈസ് 1 here. So by temperature, pressure and composition you can specify the system completely. 3 വേരിയബിൾസ് മതി. ആ ഭാഗം ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 വേരിയബിൾസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? അവിടെ 3 ആക്സിസ് വേണ്ടി വരും. അപ്പോൾ 3 ആക്സിസ് വേണ്ടി വരും എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല, നമുക്കൊരു 3 ഡയമെൻഷണൽ ഫിഗേഴ്സിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അത്തരത്തിൽ 3 ഡയമെൻഷനലി ഫേസ് ഡയഗ്രാംസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, ഒരുപാട് ഫേസ് ഡയഗ്രാംസ് അതുപോലത്തെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിനകത്ത് നമുക്കൊരു എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട്. എന്താണ് എളുപ്പമുള്ള മാർഗ്ഗം? നമ്മൾ ഡീൽ ചെയ്യുന്ന സിസ്റ്റം സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റഡി സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയ ഓഫ് സിമ്പിൾ യൂടെക്റ്റിക്. ഇപ്പോൾ സോളിഡ് ആൻഡ് ലിക്വിഡ് എന്ന് വെച്ചാൽ അവിടെ എന്തില്ല? ഗ്യാസ് ഇല്ല. പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്ന ഏക ആളെന്ന് പറയുന്നത് എന്താണ്? ഗ്യാസസ് ആണ്. ലിക്വിഡ് ഒരു പരിധി വരെയൊക്കെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ കോമ്പോസിഷൻസിൽ മാറ്റം വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പ്രഷറിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് എടുക്കാം. ഇപ്പോൾ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ വേണ്ടാന്ന് വയ്ക്കാം. പിന്നെ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? ടെമ്പറേച്ചറും കോമ്പോസിഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫേസ് ഡയഗ്രാം വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ 2 ഡയമെൻഷനലി അലോങ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ കോമ്പോസിഷൻ. അപ്പോൾ 2 എണ്ണം മതി നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. 2 വേരിയബിൾസ് മതി, ടെമ്പറേച്ചറും കോമ്പോസിഷനും മതി. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒരു സിമ്പിൾ യൂടെക്റ്റിക്കിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു ഫേസ് ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വരയ്ക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നോക്കാം. എക്സ് ആക്സിസിൽ ഐ ഹാവ് ഗിവൺ കോമ്പോസിഷൻ, വൈ ആക്സിസിൽ ഐ ഹാവ് ഗിവൺ ടെമ്പറേച്ചർ. കോമ്പോസിഷൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ദിസ് ഈസ് 100% A ആൻഡ് 0% B. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ എ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ബി ആഡ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. ഈ അറ്റം എത്തുമ്പോൾ എന്താണുള്ളത്? 100% ബി, അതിൽ എ ഇല്ല, എ ഒട്ടുമില്ലാത്തൊരവസ്ഥയിലേക്ക് അത് എത്തിക്കുന്നു. അപ്പോൾ കോമ്പോസിഷൻ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. 100% എ, 0% എ, 0% ബി, 100% ബി. ടെമ്പറേച്ചർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഈ ഫേസ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നത്? അതിനാണ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ തെർമൽ അനാലിസിസിൽ കൂളിംഗ് കർവ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ എ ബി എന്ന് പറയുന്ന കോമ്പോസിഷൻ്റെ കൂളിംഗ് കർവ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇങ്ങനെ വരുന്നു.
ഒരു മെറ്റീരിയൽ എ ക്രിസ്റ്റലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഷേപ്പ് കുറച്ച് മാറ്റം വരുന്നു, പിന്നീട് അത് സിമ്പിൾ യൂടെക്റ്റിക് സിസ്റ്റത്തിലേക്ക് പോകുന്നു, സോളിഡ് കൂൾ ചെയ്യുന്നു. നോക്കുക, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പോയിന്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 100% എ എന്ന് പറയുമ്പോൾ പ്യുവർ എ എടുക്കുന്നു, കൂളിംഗ് കർവ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ പോയിന്റ് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? നമുക്ക് വളരെ ഈസിലി ഫസ്റ്റ് നമ്മൾ വരച്ചത് അതായിരുന്നു. കാരണം ഇവിടെ വേറെ ബ്രേക്കൊന്നും വരാനില്ല. എന്തുകൊണ്ടാണ്? നേരെ താഴത്തേക്ക് വരുന്നു, പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചറാണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്. പ്യുവർ എക്കകത്തേക്ക് ഞാൻ കുറച്ച് ബി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആസ് പെർ ദ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ദർ വിൽ ബി എ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. സോൾവെൻറ്റിനകത്തേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് ഓർക്കുക, ദർ വിൽ ബി എ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ആ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഈ ഒരു പോയിന്റിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്തൊരു പോയിന്റ് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യും? അടുത്ത കോമ്പോസിഷൻ ഉണ്ടാക്കുന്നു. വീണ്ടും നമ്മൾ തെർമൽ അനാലിസിസിൽ കൂളിംഗ് കർവ് നടത്തുന്നു, കണ്ടക്ട് ചെയ്യുന്നു. അതിനും വേറൊരു പോയിന്റ് കിട്ടും. സപ്പോസ് ദാറ്റ് പോയിന്റ് മേ ബി ലിറ്റിൽ ബിറ്റ് താഴെ ആയിരിക്കും. സോറി, ഇവിടെയല്ല, ഈ പോയിന്റ് ഇത് സെയിം തന്നെയായിരിക്കും. ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു. അതായത് പ്യുവർ എക്കകത്തേക്ക് ബി ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവിടെയും പ്യുവർ ബി എടുക്കുന്നു, ആ ബിക്കകത്തേക്ക് ആഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഉണ്ടാകുന്നു. ആ പോയിന്റ്സ് നമ്മൾ ഇവിടുന്ന് നോട്ട് ചെയ്യുന്നു. അങ്ങനെ നോട്ട് ചെയ്ത് ഈ രണ്ട് കർവും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റിൽ ഇത് ഇന്റർസെക്ട് ചെയ്യും. ദാറ്റ് പോയിന്റ് ഈസ് നോട്ടഡ് ആസ് സി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫേസ് ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നത്. ഇനി ഇവിടെ ചില പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഫേസ് റൂള് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്ന AC എന്ന് പറയുന്ന ഒരു കർവ്, AC, ദാറ്റ് ഈസ് വൺ ഫ്രീസിംഗ് കർവ്. അനദർ വൺ ഈസ് BC, ദാറ്റ് ഈസ് ഓൾസോ എ ഫ്രീസിംഗ് കർവ്. ഈ ഒരു ഏരിയ, എബവ് ഏരിയ ACB എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയിൽ എന്ത് മാത്രമേ ഉള്ളൂ? ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സോളിഡ് എ, ലിക്വിഡ്, ഇവിടെ ലിക്വിഡ് AB ആണ് ഇവിടെ ഉള്ളത്. ദിസ് ഈസ് ലിക്വിഡ് A പ്ലസ് B. ലിക്വിഡ് AB ആണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്തുമ്പോൾ അതിൽ നിന്നും സോളിഡ് A സെപ്പറേറ്റ് ചെയ്യുന്നു. പക്ഷേ റിമൈനിങ് ആയിട്ടുള്ള ലിക്വിഡ് AB അവിടെയുണ്ട്. ലിക്വിഡ് എന്ന് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ആക്ച്വലി ദിസ് ഈസ് ലിക്വിഡ് A പ്ലസ് B ആണ്. ഹിയർ ദർ ഈസ് എൻ ഇക്വിലിബ്രിയ in which solid A is in equilibrium with liquid A. അപ്പോൾ അവിടെ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്, ഇവിടേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് AC എന്ന് പറയുന്ന കർവ്. ഇതുപോലെ തന്നെയല്ലേ BC എന്ന് പറയുന്ന കർവും ഇതുപോലത്തെ തന്നെ കർവാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബിയിൽ നിന്നും ആര് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു? കുറച്ച് B പുറത്തേക്ക് വരുന്നു. ആ പോയിന്റ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ആസ് ദ യൂടെക്റ്റിക് പോയിന്റ്. എന്താണ്? eutectic. The meaning of that is it is easy melting. ഇതിനെ നമ്മൾ ഈസി മെൽറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇപ്പം നമ്മൾ ഈ നേരത്തെ വരച്ചിരുന്ന കർവിൽ ഇതിൻ്റെ ഒപ്പമാണ് വരേണ്ടത്. ഓക്കെ, നേരത്തെ വരച്ചിരുന്ന കർവിൽ ഇവിടെ നമുക്കൊരു പോയിന്റ് നമുക്ക് കിട്ടിയിരുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ യൂടെക്റ്റിക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂടെക്റ്റിക് പോയിന്റിൽ സംഭവിക്കുന്നത്? സോളിഡ് A ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നു, ഇവിടുന്ന് സോളിഡ് B ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നു. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ Aയും ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നു, അതുപോലെ തന്നെ Bയും ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നു. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? A ഉണ്ട്, B ഉണ്ട്, ലിക്വിഡ് AB ഉണ്ട്. സോ ഇൻ ദിസ് പർട്ടിക്കുലർ പോയിന്റ്, ഇവിടെയാണ് ഞാനത് എഴുതുന്നത്. ദർ വിൽ ബി ലിക്വിഡ് A പ്ലസ് B പ്ലസ് A ഇൻ ദ സോളിഡ് ഫേസ് പ്ലസ് B ഇൻ ദ സോളിഡ് ഫേസ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണ്? നമുക്ക് ഫേസ് റൂൾ അപ്ലൈ ചെയ്യാം. ഓരോ സ്ഥലങ്ങളിലും ഫേസ് റൂൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്
ഈ ഒരു പൊസിഷനാണ് എബവ് ദ കർവ് ACB. അവിടെ നമുക്ക് എങ്ങനെ ഫേസ് റൂൾ അപ്ലൈ ചെയ്യാം? അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫേസ് സിസ്റ്റം നമുക്ക് ഒന്ന് മോഡിഫൈഡ് ആയിട്ട് നമുക്ക് ഇതിനെ കണ്ടൻസ്ഡ് ഫേസ് റൂൾ സിസ്റ്റം എന്ന് വിളിക്കാം. F ഈക്വൽ ടു C മൈനസ് P+1. എന്തുകൊണ്ട് നമ്മൾ C മൈനസ് P+1 എന്ന് പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചറും കോമ്പോസിഷനും എടുത്താൽ മതി, പ്രഷറിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ പ്രഷറിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഇവിടെ നമുക്ക് 1 കുറവ് മതി. അതുകൊണ്ടാണ് C മൈനസ് P+1 എന്നുള്ളത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എബവ് ദ കർവ് ACB ആണ് നമ്മൾ നോക്കുന്നത്. F ഈക്വൽ C മൈനസ് P+1. നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് ഈസ് 2 മൈനസ് വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഫേസസ് ഹിയർ? There is only one phase, 2 minus 1 plus 1, which is equal to 2. വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാം പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു സ്പേസ് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിനെ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും? ടെമ്പറേച്ചറും നോക്കണം, അതുപോലെ തന്നെ കോമ്പോസിഷനും നോക്കണം. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ ദിസ് F ഈസ് ഈക്വൽ ടു 2. നമുക്കിനി അടുത്ത ഈ ഒരു ലൈൻ നോക്കാം. ഇൻ ദ ലൈൻ AC. ലൈൻ ACയിൽ എങ്ങനെയായിരിക്കും ഫേസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക? F ഈസ് ഈക്വൽ ടു കോമ്പണൻസ് 2 തന്നെ മൈനസ്, ഇവിടെ ഒരൊറ്റ ഫേസ് ആയിരുന്നു. ഇവിടെ ആകുമ്പോൾ ഈ ലൈനിൽ എത്ര ഫേസ് ഉണ്ടാവും? ലൈനിൽ ഉണ്ടാവുന്ന ഫേസ് എന്ന് പറയുന്നത് ഒന്ന് സോളിഡ് A പുറത്തേക്ക് വന്നു, അപ്പോൾ സോളിഡ് A പുറത്തേക്ക് വന്നാൽ അത് സോളിഡ് ഫേസ്. പിന്നെ ലിക്വിഡ് AB അവിടെ തന്നെയുണ്ട്, അതിൻ്റെ കോമ്പോസിഷനിൽ ചില ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ലിക്വിഡ് എന്ന് പറയുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി 2 മൈനസ് 2 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു ലൈനിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു 1. എന്തുകൊണ്ടാണ്? നമ്മൾ വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാം പഠിച്ചതുപോലെ ഇഫ് ഐ സേ ദിസ് ഈസ് അറ്റ് പർട്ടിക്കുലർ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ഓൾറെഡി അറിയാൻ പറ്റും. കാരണം ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇവിടേക്ക് വരയ്ക്കുക, ആ ലൈൻ ഇവിടെ നിന്ന് അൺനോൺ ആയിട്ട് എനിക്ക് അതിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ പറ്റും. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 1. ഐ നീഡ് ടു സ്പെസിഫൈ ഐദർ ദ ടെമ്പറേച്ചർ ഓർ ഐ നീഡ് ടു സ്പെസിഫൈ ദ കോമ്പോസിഷൻ. ഇവിടെയാണെങ്കിലോ ഐ ഹാവ് ടു സ്പെസിഫൈ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ കോമ്പോസിഷൻ. റെഡി? ഇനി അടുത്തത് നമുക്ക് ഉള്ളത് ഈ പറയുന്ന, അപ്പോൾ ഈ BC എന്ന് പറയുന്ന പോയിന്റിലും എന്ത് തന്നെയായിരിക്കും? അതേ രീതിയിൽ തന്നെയായിരിക്കും. അടുത്തത് നമുക്കറിയാനുള്ളത് C എന്ന് പറയുന്ന പോയിന്റിലാണ്. C എന്ന് പറയുന്ന പോയിന്റ് അവർ യൂടെക്റ്റിക് പോയിന്റ്. യൂടെക്റ്റിക് പോയിന്റ് Cയിൽ നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? F ഈസ് ഈക്വൽ ടു യുവർ നമ്പർ ഓഫ് കോമ്പോണൻറ്റ്സ് ഈസ് 2 മൈനസ് നമ്പർ ഓഫ് ഫേസസ്. ഇവിടെ നോക്കണം, ഇപ്പോൾ യൂടെക്റ്റിക് പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസി മെൽറ്റിംഗ് ആണ്. അവിടെ ഈ രണ്ട് ആൾക്കാരും പുറത്തേക്ക് വരുന്നു. ആരൊക്കെ? സോളിഡ് A ആൻഡ് സോളിഡ് B. Whenever solid A is coming out, solid B is coming out. So that means the number of phases will be 2 minus, there will be 3 phases which are 2 solid and 1 liquid AB. 2 minus 3 plus 1 which will be equal to 0. Degrees of freedom will be equal to 0. And this at this point F will be equal to 0. അപ്പോൾ യൂടെക്റ്റിക് പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് ആസ് യൂടെക്റ്റിക് AB. പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നില്ല. അവിടെ എന്താണ്? ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ ഈ മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി മെൽറ്റിംഗ് ആയിട്ട് അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ദ യൂടെക്റ്റിക് കോമ്പോസിഷൻ.